ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ടോപ്പ് 4-ൽ പോലും എത്താനാവാതെ കിതക്കുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഇതോടെ അടുത്ത സീസണിലും യുണൈറ്റഡിന് ചാമ്പ്യൻസ് ലീഗ് യോഗ്യത ഉണ്ടാവില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഇതോടെ ഡച്ച് കോച്ച് എറിക് ടെൻ ഹാഗിൻ്റെ കസേരയ്ക്ക് മിളക്കം തട്ടി. അടുത്ത സീസണിൽ പുതിയ കോച്ചിനെ നിയമിക്കാനുള്ള നീക്കത്തിലാണ് പുതിയ ടീം ഉടമ ജിം റാഡ്ക്ലിഫ്. ഫ്രഞ്ച് ഇതിഹാസം സിനദിൻ സിദാനെ പരിശീലകനായി നിയമിക്കുകയായിരുന്നു യുണൈറ്റഡിൻ്റെ ലക്ഷ്യം. എന്നാൽ രണ്ടാം തവണയും സിദാൻ യുണൈറ്റഡിൻ്റെ ഓഫർ നിരസിച്ചു. വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തെങ്കിലും ഇംഗ്ലീഷ് ഭാഷ വശമില്ലാത്തതാണ് സിദാൻ ഓഫർ നിരസിക്കാനുള്ള പ്രധാന കാരണമെന്നാണ് സൂചന. ഇതോടെ ബയൺ മ്യൂണിക്ക് കോച്ച് തോമസ് ടുഷേലിനെ പുതിയ പരിശീലകനാക്കാനാണ് യുണൈറ്റഡിൻ്റെ ശ്രമം. യുണൈറ്റഡ് ഉടമ ജിം റാഡ്ക്ലിഫ് ടുഷേലുമായി പ്രാഥമിക ചർച്ച നടത്തിയെന്ന് സ്കൈ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ബുണ്ടസ്ലീഗയിൽ 12 വർഷത്തിനിടെ ആദ്യമായി കിരീടം നഷ്ടമായ ബയൺ ടുഷേലിനെ പുറത്താക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ടുഷേലിന് പകരക്കാരനായി ബയൺ പരിഗണിക്കുന്നതും സിദാനെയാണ്. മുൻപ് പ്രീമിയർ ലീഗ് ക്ലബ് ചെൽസിയെ പരിശീലിപ്പിച്ച് പരിചയമുള്ള കോച്ചാണ് തോമസ് ടുഷേൽ. ജർമ്മൻ കോച്ചിന് കീഴിൽ ചെൽസി ചാമ്പ്യൻസ് ലീഗ് കിരീടവും സ്വന്തമാക്കിയിരുന്നു. ഇത്തവണ ബയൺ മ്യൂണിക്കിനെ ചാമ്പ്യൻസ് ലീഗ് സെമിയിലെത്തിക്കാനും ടുഷേലിന് കഴിഞ്ഞിട്ടുണ്ട്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.